എൻ്റെ പേര് റോസമ്മ തോമസ്. ചേർപ്പങ്ക ഇടവകയിൽ നിന്നും വരുന്നു, പാലാരൂപത. ഞാൻ 2019 ഡിസംബർ 27 ഉടമ്പടി എടുത്തതാണ്. ഞാൻ ആദ്യം വെച്ച ഉടമ്പടി തന്നെ ഞങ്ങൾക്കൊരു നല്ലൊരു ഭവനം വേണം, നല്ലൊരു വഴി വേണം. ഇത് രണ്ടും ഞങ്ങൾക്കില്ല, കിട്ടാൻ സാധ്യതയുമില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു വീട് വേണമെങ്കിൽ ഒരുപാട് ദൂരെ നിന്ന് വേണം ചുമന്ന് കയറ്റാൻ. കാരണം റോഡില്ല. ഒരു റോഡ് കിട്ടണമെങ്കിൽ 2 വീട്ടുകാർ സമ്മതിക്കണം. അത് സമ്മതിക്കാൻ സാധ്യതയുമില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് നിയോഗം വെച്ചു. രാവിലെയും വൈകിട്ടും പ്രാർത്ഥനയിൽ നന്നായിട്ട് മാതാവിനോട് പ്രാർത്ഥിക്കും. കൃപാസനം മാതാവിനോട് ഞാൻ പറയും, മാതാവേ, നീ വിചാരിച്ചാൽ അസാധ്യമായിട്ട് യാതൊന്നുമില്ല. ഇങ്ങനെ പ്രാർത്ഥിക്കും. 2-3 പ്രാവശ്യം ഉടമ്പടി പുതുക്കി, കാര്യം സാധിച്ചില്ല. എന്നാലും വീണ്ടും വീണ്ടും പുതുക്കി വെച്ചുകൊണ്ടിരുന്നു. ഒരു പ്രതീക്ഷയുണ്ട് മാതാവ് ഇത് സാധിച്ചു തരുമെന്ന്. ഈ ഉടമ്പടി എടുത്തപ്പോൾ കിട്ടിയ കാശുരൂപം കൊണ്ട് എനിക്ക് പല കാര്യങ്ങളും സാധിച്ചു കിട്ടിയിട്ടുണ്ട്. അത് ഞാനിവിടെ സാക്ഷ്യം പറയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞങ്ങളുടെ വീട് ദ്രവിച്ചെന്ന് പറഞ്ഞാൽ തീരെ ദ്രവിച്ച് ആസ്പെറ്റാസാണ്. എപ്പം നിലം പൊത്തുമെന്ന് അറിയത്തില്ലാത്ത ഒരവസ്ഥയിൽ കഴിഞ്ഞ വർഷം ഡിസംബറിൽ ആ വീട് നിലം പൊത്തി. കാരണം അന്ന് ഞാൻ അവിടെ ഇല്ലായിരുന്നു, ഞങ്ങളാരും ഇല്ലായിരുന്നു. ഞാനൊരു മരിച്ചടക്കിന് പോയതുകൊണ്ട് എനിക്കൊന്നും സംഭവിച്ചില്ല, അല്ലെങ്കിൽ ഞാൻ അതിൻ്റെ അടിയിൽ പോകേണ്ടതാണ്. ആ വീട് നിലം പൊത്തി കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു വീട് വെക്കാൻ നിവൃത്തിയൊന്നും എനിക്കില്ല. ഞാൻ ആദ്യം ഇടവക ചെന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു നോക്കട്ടെ എന്ന് പറഞ്ഞു. പഞ്ചായത്തിൽ അപേക്ഷ കൊടുത്തു. ഒരു ഭാഗത്തൊന്നും ഒരു അനുഗ്രഹവും കിട്ടിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ വീണ്ടും ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. മാതാവ് തരാതിരിക്കുകയില്ല എന്നുള്ള ഇതിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പഞ്ചായത്തിൽ നിന്ന് അവർ പറഞ്ഞു, വഴി ശരിയാക്കാമെങ്കിൽ വീട് തരാം. ആ വഴി തരാണ്ട് 2 പേരോടും ചെന്ന്, അതിലൊരാളോട് ചെന്ന് വഴി ചോദിച്ചു. അയാൾ മിണ്ടിയില്ല, വഴി തരത്തില്ല. അങ്ങനെ കഴിഞ്ഞ 2023 ഒക്ടോബറിൽ ഒരു മനുഷ്യൻ ഞങ്ങളുടെ പഞ്ചായത്ത് മെമ്പറിനോട് ഇങ്ങനെ പറഞ്ഞു, ഞാനൊരു മനുഷ്യന് ഒരാൾക്ക് വീട് വെച്ച് കൊടുക്കാം, 4 ലക്ഷം രൂപയിൽ ഒതുങ്ങുന്ന വീട്, അത് നിങ്ങൾ ആ വ്യക്തിയെ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ 5 പേരുടെ പേര് മുന്നോട്ട് വെച്ചു. അപ്പോൾ ഈ വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ വ്യക്തിക്കൊരു നിബന്ധനയുണ്ട്. പാവപ്പെട്ടവരായിരിക്കണം, ക്രിസ്ത്യാനിയായിരിക്കണം, കിഴുവങ്കുളം സ്ഥലത്ത് ജീവിക്കുന്നവരായിരിക്കണം. അപ്പം ഈ 5 പേരുടെ പേര് പറഞ്ഞതിൽ കൃപാസനം മാതാവ് അയാൾക്ക് തോന്നിപ്പിച്ചത് എൻ്റെ പേരാണ്. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, ഈ വീട്ടുകാരെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് വീട് തരാമെന്ന് സമ്മതിച്ചു. പക്ഷേ വീട് കിട്ടുമെന്ന് ഉറപ്പായി. 2ാമത്തെ പ്രശ്നം വഴിയില്ല. അപ്പം വഴി തരണമെങ്കിൽ 2 പേര് സമ്മതിക്കണം. അതിലൊരാൾ പലവട്ടം ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട്, പക്ഷേ സമ്മതിക്കാൻ തയ്യാറായില്ല. അപ്പം പിള്ളേരെന്നോട് പറഞ്ഞു, അമ്മയൊന്നും കൂടെ പോയി ചോദിച്ചേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ ചോദിക്കാം. പക്ഷെ ചോദിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഞാൻ പിറ്റേ ദിവസം പിള്ളേരെന്നോട് ചോദിച്ചു, അമ്മ ചോദിച്ചോ? ഞാൻ പറഞ്ഞില്ല. എന്തിയെ ചോദിക്കാൻ എന്ന് പറഞ്ഞു, വഴക്ക് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ ഒരുങ്ങിയില്ല എന്ന് പറഞ്ഞു. ഒരുങ്ങിയില്ലെന്ന് പറഞ്ഞാൽ ആത്മീയമായിട്ട് ഒരുങ്ങിയില്ല. ഞാൻ അന്ന് മാതാവിൻ്റെ കാശുരൂപം എടുത്ത്, അന്ന് നൈറ്റ് ഇവിടെ കുത്തി, ഇങ്ങനെ ഹൃദയത്തോട് ചേർത്ത് കാശുരൂപം കുത്തിയിട്ട് ഞാൻ പറഞ്ഞു, മാതാവേ, ആ മനുഷ്യനോട് ഞാൻ ചോദിക്കാൻ പോകുക, വഴി ചോദിക്കാൻ പോകുക, വണ്ടി വരാൻ വഴി അയാൾ സമ്മതിക്കണം, ഞാൻ ചോദിക്കാൻ പോകുക എന്ന് പറഞ്ഞു. നീ മുന്നേ പോകണം, എന്നിലൂടെ നീ സംസാരിക്കണം, ഞാനല്ല സംസാരിക്കുന്നത് എന്ന് പറഞ്ഞ് മാതാവിൻ്റെ കാശുരൂപം ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആ മനുഷ്യൻ്റെ വീട്ടിൽ ചെന്നു. മനുഷ്യൻ്റെ പേര് സോമൻ എന്നാണ്, ഹിന്ദുവാണ്. ഞാൻ ചോദിച്ചു, എന്തേ സോമൻ എന്തിയേ? പനിയായിട്ട് കിടക്കുവാന്ന് പറഞ്ഞു. ഞാൻ മുറി കയറി ചെന്നു, സോമനെ വിളിച്ചു, കാര്യങ്ങൾ പറഞ്ഞു. എല്ലാം ഞാൻ പറഞ്ഞിട്ട് ആ മനുഷ്യൻ ഒരക്ഷരം തിരിച്ചു മിണ്ടിയില്ല. ഒരു 10 മിനിറ്റ് ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു, സോമൻ ഒന്നും പറഞ്ഞില്ലല്ലോ, മിണ്ടാത്തത് മൗനം സമ്മതമായിട്ട് ഞാൻ കണക്കാക്കുന്നു, ഞാൻ പോകുകയെന്ന് പറഞ്ഞു. പോന്നു. ആ മനുഷ്യൻ അനുവാദം തന്നു. ഞാനിങ്ങനെ ഇറങ്ങി ദൈവത്തിനും മാതാവിനും ഒരുപാട് നന്ദി പറഞ്ഞ് വീട്ടിൽ പോന്നു. ഉടനെ വീട്ടിൽ വന്ന് പിള്ളേർ കാത്തിരിക്കുക എന്ത് പറഞ്ഞെന്നറിയാൻ. ഞാൻ പറഞ്ഞു, അവർ സമ്മതിച്ചു. ഇനി ഈ താഴത്തെ വീട്ടുകാർ സമ്മതിക്കണം. ഇത് സോമൻ്റെ വീട് വരെ വഴിയുണ്ട്, പക്ഷേ അവർക്ക് ആർക്കും കൊടുക്കത്തില്ല. അതിൻ്റെ താഴോട്ടുള്ള വഴി അത് വഴിയല്ല, അത് കുറച്ച് മരങ്ങളും
കുറച്ച് 10 സെൻറ്റ് സ്ഥലമേ അവർക്കുള്ളൂ. അതിനകത്തൊരു വീടും കുറച്ച് മരങ്ങളും വാഴകൾ, കുറച്ച് പാഴ്മരങ്ങളൊക്കെ നിൽക്കുന്നതാണ് അവരുടെ ആ പുരയിടം. ആ മരങ്ങൾ നിൽക്കുന്നിടത്തോടെ വേണം ഞങ്ങൾക്ക് റോഡ് തരാനായിട്ട്. വീണ്ടും ഞാൻ ഈ മാതാവിൻ്റെ കാശുരവും കയ്യിൽ പിടിച്ച് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, മാതാവേ, അവർക്ക് ഇത്രയും ആദായങ്ങളൊക്കെയുള്ള പറമ്പിക്കൂടെ വേണം റോഡ് തരാൻ, ഞങ്ങൾക്ക് സ്ഥിരമായിട്ട് വേണ്ട, ഈ വീടിൻ്റെ സാധനങ്ങൾ കൊണ്ടുവരാൻ മാത്രം മതി എന്ന് പറഞ്ഞ് മാതാവിനോട് പ്രാർത്ഥിച്ചു. അവരുടെ വീട്ടിൽ ചെന്നു, അവരോട് ചോദിച്ചു. അവരും ഒരെതിരഭിപ്രായവും പറഞ്ഞില്ല. അവർ പറഞ്ഞ ആ സ്ത്രീ എന്നോട് പറഞ്ഞത്, ഈ ഇതൊക്കെ ചാകുമ്പം കൊണ്ടുപോകുന്നുണ്ടോ എന്നാണ് അവരെന്നോട് ചോദിച്ചത്. എനിക്കൊരുപാട് സന്തോഷമായി. ഞാൻ പോകുമ്പോൾ ഇത് ചോദിക്കാൻ പോകുമ്പോൾ എൻ്റെ ചങ്കിടിച്ചിട്ട് മേലെ അവർ സമ്മതിക്കുമോ എന്നോർത്ത്. കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ആയുസ്സിൽ ഞങ്ങൾക്കൊരു വീട് വെക്കാൻ നിവൃത്തിയില്ലാത്തവരാണ്. അങ്ങനെ അവർ വീട് വെക്കാമെന്ന് സമ്മതിച്ചു. അവരുടെ പറമ്പിക്കൂടെ ഉള്ള ഒരു പ്ലാവ് അതിൻ്റെ ചുവട് തൊട്ട് മണ്ട വരെ ചക്ക കായ്ച്ച് നിൽക്കുന്ന അവസരത്തിലാണ് ആ മാവ് JCBക്ക് പിഴുതു മാറ്റുന്നത്. കുറേ വാഴകളുണ്ട്, ആ വാഴകളെല്ലാം പിഴുതു മാറ്റി. അവർക്കൊരു വിഷമവും ഇല്ല. അവിടെ എല്ലാം മാതാവിൻ്റെ ഈശോയുടെ ഇടപെടലാണെന്നുള്ള എനിക്ക് ഉറച്ച ബോധ്യമുണ്ട്. JCB വന്നു. വഴി പിന്നെ 2 കയ്യാലയുടെ ഇടയ്ക്കോടെ വേണം JCB താഴോട്ട് ഇറക്കാൻ. JCB ചെറുത് കൊണ്ടുവരണമെന്ന് ഞങ്ങൾ പ്രത്യേകം പറഞ്ഞതാണ്. അവർ കൊണ്ടുവന്നത് ഏറ്റവും വലിയ JCB നോക്കുമ്പം കയ്യാലയുടെ ഇടയ്ക്കോടെ വഴിയെ കൂടെ താഴോട്ട് ഇറങ്ങിയല്ല. എന്നാ ചെയ്യും? പ്രാർത്ഥിക്കാൻ പോലും മേലാത്ത അവസ്ഥ. മാതാവിൻ്റെ കാശുരവും മുറുകെ പിടിച്ചിട്ടുണ്ട്, ആ താഴെ വെച്ചിട്ടില്ല. മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ചു, മാതാവേ, ഈ 2 കയ്യാലയ്ക്കും കുഴപ്പം വരരുത്. എന്നെ കഴിഞ്ഞും പൊക്കത്തിലാണ് ആ കയ്യാലയുടെ പൊക്കം. ഒരു വശം പിന്നെ ശകലൊന്ന് തള്ളിയാൽ മൊത്തം താഴെ പോരും. മാതാവിനോട് പ്രാർത്ഥിച്ചു. ഇവിടെ വരുന്നവരെൻ്റെ കൂട്ടുകാരുണ്ട്, അവരോട് വിളിച്ചു പറഞ്ഞു, പ്രാർത്ഥിച്ചു. JCB താഴോട്ട് ഇറങ്ങാൻ പാടാണ്, JCB വന്നില്ലെങ്കിൽ പെരപണി വീണ്ടും തടസ്സം വരും. അവരോട് പ്രാർത്ഥിച്ചു. എങ്ങനെയാണേലും 2 കയ്യാലയ്ക്കും ഒരു ചെറിയ ചളുക്കം ഒന്നും പറ്റാതെ JCB താഴോട്ട് ഇറങ്ങി റോഡ് നീക്കം വലിച്ചു. അങ്ങനെ ആ വഴിയും കെട്ടി നല്ലൊരു ഭവനം. വെറും പന്ന വീടായിരുന്ന എനിക്ക്, എൻ്റെ സ്വപ്നത്തിൽ വീട് കിട്ടുമെന്ന് ഓർക്കാതിരുന്ന എനിക്ക്, എൻ്റെ അമ്മ 3 ബെഡ്റൂം, 1 ഹാള്, 1 കിച്ചൺ, 1 തിണ്ണ, 2 അറ്റാച്ച്ഡ് ബാത്റൂം, ഇത്രയുള്ള നല്ലൊരു ഭവനം എൻ്റെ അമ്മ എനിക്ക് പണിതു തന്നു. പിന്നെ ഒരു വല്ലാത്തൊരു അനുഗ്രഹം എന്ന് പറയുന്ന ഭയങ്കര ഒരു അനുഗ്രഹം. അത് സാധാരണ ഈ വീട് വെഞ്ചരിക്കാനൊക്കെ ചെറുപ്പങ്കലെ അച്ഛന്മാരൊക്കെ വരും. അവിടെ നിന്ന് തന്നെ 3-4 അച്ഛന്മാരും. ആ അച്ഛൻ ശ്രാമ്പിക്കം പിതാവെന്ന് പറയുന്ന ഒരു പിതാവ്, അത് വെളിയിൽ ദൂരെങ്ങാണ്ടാണ് എന്തോ ആവശ്യത്തിന് പാലാരൂപതയിൽ വന്നത്. ആ പിതാവ് അവിടെ ഉണ്ടായിരുന്നു. ആ പിതാവിനെ വിളിച്ചു, ഇങ്ങനെ ഒരു വീട് വെഞ്ചരിക്കാനുണ്ട് പിതാവേ, വരാവോ എന്ന് ചോദിച്ചു. പിതാവ് വരാമെന്ന് സമ്മതിച്ചു. ആ പിതാവ് വന്ന് എനിക്ക് ആ വീട് വെഞ്ചരിച്ചു തന്നു. അത് എൻ്റെ അമ്മ പ്രത്യേകം ആ പിതാവിനെ എൻ്റെ ആവശ്യത്തിന് വേണ്ടി അവിടെ കൊണ്ടുവന്നതെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. പിതാവ് വെഞ്ചരിച്ചു തന്ന വീടാണ്. അതിനും എൻ്റെ അമ്മയ്ക്ക് ഈശോ മാതാവിനും കോടാനുകോടി നന്ദി. കഴിഞ്ഞ ജനുവരി 4-ാം തീയതി എൻ്റെ വീട് പണി പൂർത്തിയായി വീട്ടിൽ കയറി താമസിച്ചാണ്. ഇത് പറയാൻ താമസിച്ചു പോയതിന് ക്ഷമ ചോദിച്ചുകൊണ്ട് ഞാൻ അമ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ലൂക്കയുടെ സുവിശേഷം 1:50 നമ്മൾ വായിക്കുന്നു. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. ഈ അമ്മയുടെ ജീവിത സാക്ഷ്യം നാം കേൾക്കുകയായിരുന്നു. ഏറെ ദാരിദ്ര്യത്തിൽ, ക്ലേശത്തിൽ, ഭവനമില്ലായ്മയിൽ, ജീവിത സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമായിരിക്കുമ്പോൾ റോസമ്മ എന്ന ഈ സഹോദരി അമ്മ മാതാവിൻ്റെ അരികിൽ വന്ന ഉടമ്പടിയെടുത്ത് ഒരു സുരക്ഷിതമായ ഭവനത്തിന് വേണ്ടി, ഭവനം നിർമ്മിക്കുന്നതിന് വഴി ശരിയാവുന്നതിന് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുന്നതാണ് നാം കാണുന്നത്. എല്ലാം അസാധ്യമായിരിക്കുന്ന സാഹചര്യത്തിലാണ് വീട് നിലംപതിക്കുന്നതും. എന്നാൽ പള്ളി വീട് വെച്ച് കൊടുക്കാമെന്നൊരു സാഹചര്യം മുന്നോട്ട് വരുമ്പോൾ വഴി തടസ്സപ്പെട്ടുകൊണ്ട് വഴിയില്ലാതെ കൂടുതൽ ക്ലേശങ്ങൾ ഉണ്ടാവുന്നതും. വീണ്ടും അമ്മ മാതാവ് തന്നെ കാര്യങ്ങൾ ക്രമീകരിച്ച് കൊടുക്കുന്നു, ഭാരം ലഘൂകരിച്ച് കൊടുക്കുന്നു. വീടിന് വേണ്ടി മറ്റൊരു വ്യക്തി മുന്നോട്ട് വന്ന് പല വീടുകൾ കണ്ട് അമ്മയുടെ കുടുംബത്തെ വീട് വെച്ച് കൊടുക്കുവാൻ തയ്യാറാവുന്നു. അതോടൊപ്പം മുകളിലും താഴെയും താമസിക്കുന്ന 2 കുടുംബങ്ങളുടെ വഴി ശരിയാക്കിയെടുക്കുന്ന ആ ക്രമീകരണത്തിന് അമ്മ മാതാവിൻ്റെ കാശുരൂപവും നെഞ്ചോട് ചേർത്ത് പിടിച്ച് സഹോദരി ചെന്ന് ചോദിക്കുമ്പോൾ
രണ്ട് കുടുംബങ്ങളും ഒരുപോലെ അതിന് തയ്യാറാവുകയും എല്ലാ തടസ്സങ്ങളും മാറ്റിക്കൊടുക്കുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, അമ്മ മാതാവിൻ്റെ വലിയ സംരക്ഷണം ഏത് വലിയ ഭാരപ്പെട്ട വിഷയത്തെയും നമുക്ക് നിസ്സാരമായി അനുഗ്രഹമാക്കി തരും. എത്ര നാൾ കാത്തിരിക്കുന്നൊരു പ്രശ്നത്തെയും നിമിഷങ്ങൾ കൊണ്ട് പരിഹരിച്ചു തരും. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നതൊക്കെയും നമ്മുടെ കൺമുൻപിൽ അനുഗ്രഹമായി നമുക്ക് സന്തോഷമുള്ള കാര്യമായി അമ്മ മാറ്റിത്തരും. ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരുടെയും ജീവിതാനുഭവം ഇത് തന്നെയാണ്. അതുകൊണ്ട് കണ്ണീരോടെ പ്രാർത്ഥിക്കുമ്പോൾ ഹൃദയത്തിൽ ഉറച്ചു വിശ്വസിക്കണം, അനുഗ്രഹിക്കുന്ന അമ്മയുടെ അരികിലാണ് നാം ഓരോരുത്തരും നിൽക്കുന്നതെന്ന്. ഹൃദയം തകർന്ന് ജീവിത പരാജയങ്ങളുമായി ഈ ആലയത്തിൽ വന്ന് അമ്മ മാതാവിൻ്റെ അരികിൽ മുട്ടുകുത്തുമ്പോൾ ഉറച്ചു വിശ്വസിക്കണം, അമ്മ മാതാവ് ഏതൊരു പരാജയത്തെയും വിജയത്തിനുള്ള മാർഗമാക്കി നമുക്ക് മാറ്റിത്തരുമെന്ന്. എല്ലാ സാധ്യതകളും അവസാനിച്ച് പലതവണ പരീക്ഷകൾ എഴുതി പരാജയപ്പെട്ട് ഇനി എന്താകും ഭാവി എന്ന് ആകുലപ്പെട്ട അമ്മയുടെ അരികിൽ മുട്ടുകുത്തുമ്പോൾ ഓർക്കണം, ഈ അമ്മയ്ക്ക് ഒരു നിമിഷം മതി തിരുക്കുമാരനോട് പറഞ്ഞ് ഇന്ന് വരെ എഴുതിയത് നിൻ്റെ കഴിവ് കൊണ്ടാണെങ്കിൽ ഈ നിമിഷം അമ്മ മാതാവ് തിരുക്കുമാരൻ്റെ കൃപ കൊണ്ട് നമ്മുടെ ജീവിതത്തിന് വിജയവും അനുഗ്രഹവും നൽകുവാൻ സാധിക്കുമെന്ന്. ഈ സഹോദരിക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ദൈവപിതാവിനും തിരുക്കുമാരനും അമ്മ മാതാവിനും നന്ദി അർപ്പിച്ചുകൊണ്ട് കരഘോഷത്തോടെ നമുക്ക് ഈ സാക്ഷ്യം സമർപ്പിക്കാം.